ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേഖലയിലെ പ്രാദേശിക കക്ഷികളുടെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദമായ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ലെന്നാണ് അമിത്ഷാ ആണയിട്ട് പറയുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജമ്മു കാശ്മീരിലെ പ്രധാന പ്രാദേശിക പാർട്ടികളായ നാഷണൽ കോൺഫറൻസും PDPയും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ അഭിപ്രായ പ്രകടനം. ഇരു പാർട്ടികളും സമാനമായ രീതിയിൽ കശ്മീരിന് പ്രത്യേക പദവി തിരികെ നൽകുമെന്ന വാഗ്ദാനം മുൻനിർത്തിയാണ് പ്രചരണം നടത്തുന്നത്. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൽ ഒരു സ്ഥാനവുമില്ലെന്നാണ് ഷാ പറയുന്നത്. ആർട്ടിക്കിൾ 370 ഇപ്പോഴായാലും അപ്പോഴായാലും ജമ്മു കാശ്മീരിൽ ഒരു സ്ഥാനവുമില്ല, അതിനി ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്നാണ് ഷാ തുറന്നടിച്ചത്. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കലും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയും 2000 മുൻ നിയമസഭ പാസാക്കിയ സ്വയംഭരണ പ്രമേയം നടപ്പാക്കലും ഉൾപ്പെടെയുള്ളവ നാഷണൽ കോൺഫറൻസിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇടം പിടിച്ച 12 പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് അമിത്ഷായുടെ ഈ അഭിപ്രായ പ്രകടനം. 2000 ജൂണിൽ ഫാറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് സർക്കാർ ജമ്മു കാശ്മീർ അസംബ്ലിയിൽ 1953 മുൻപുള്ള ഭരണഘടനാ സ്ഥാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ ഈ ആവശ്യം അന്നത്തെ വാജ്പേയി സർക്കാർ നിരാകരിക്കുകയായിരുന്നു. പിന്നീട് ആർട്ടിക്കിൾ 370 2019 ഓഗസ്റ്റ് 5-നാണ് നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കിയത്. സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രാദേശിക പാർട്ടികളുടെയും രാജ്യത്തെ വിവിധ പ്രതിപക്ഷ കക്ഷികളുടെയും വലിയ പ്രതിഷേധത്തിനും എതിർപ്പുകൾക്കും ഇടയാക്കിയിരുന്നു. അതേസമയം ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കിയതിന് അമിത്ഷാ കോൺഗ്രസിനെതിരെ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചിരുന്നു. അധികാരത്തിനായുള്ള അത്യാർത്തിയിൽ പാർട്ടി രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും അപകടത്തിലാക്കുകയാണെന്നായിരുന്നു ഷായുടെ ആരോപണം. അതേസമയം BJP ഞെട്ടലിന്റെ വക്കിലാണ് ഇപ്പോഴും. കാരണം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യമായി മത്സരിക്കുമെന്ന വാർത്ത തന്നെയാണ്. എത്രയും വേഗം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന ആഹ്വാനത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന രൂപീകരണം നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാകുന്നത്. അതിനാൽ ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചിരുന്നു. ജമ്മുവിലെ 2 സീറ്റുകളിലും കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ കശ്മീർ താഴ്വരയിൽ മത്സരിച്ച 3 സീറ്റുകളിൽ ഒന്നിൽ NC പരാജയപ്പെട്ടു. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ജമ്മു കാശ്മീരിലെ പാർട്ടി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാനൊരുങ്ങുകയാണ്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്നിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും ജമ്മു കാശ്മീരിലെത്തിയത്. ആർട്ടിക്കിൾ 370 അസാധുവാക്കിയതിനു ശേഷം നടക്കുന്ന താഴ്വരയിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 18, സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലായി 3 ഘട്ടങ്ങളായാണ് നടക്കുക. ഒക്ടോബർ 4-ന് ഫലം പ്രഖ്യാപിക്കും.